എന്താണ് 21 ഗൺ സല്യൂട്ട് സെറിമണി? അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേയുമായി കോയിൻസൈഡ് ചെയ്യുന്ന നമ്മുടെ ഒരു സ്വാതന്ത്ര്യ സമര നേതാവിന്റെ ബർത്ത്ഡേ ഉണ്ട്. ആരാണ് ആ വ്യക്തി? അതുപോലെ ധാരാളം റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ, റിപ്പബ്ലിക് ഡേയെ സംബന്ധിക്കുന്ന റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ നേരുന്നു കേട്ടോ. അതുപോലെ എല്ലാവർക്കും ഉള്ള സംശയമാണ്, എന്താണ് സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ഡേയും തമ്മിലുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ധാരാളം റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്ത് മുന്നോട്ട് പോവാം. റിപ്പബ്ലിക് ദിനമായിട്ട് അനുബന്ധിച്ച് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിനും സബ് ഇൻസ്പെക്ടർ ബാച്ചിനും അവയുടെ കോംബോ ബാച്ചസിനും ഒക്കെ ഓഫേഴ്സ് റൺ ചെയ്യുന്നുണ്ട്. സോ ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചിന് അംഗമാവാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. കമന്റ് സെക്ഷനിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് PDF സമഗ്രമായും ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ദയവായി ഈ PDF ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. നമുക്ക് ധാരാളം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ടെലിഗ്രാം ചാനലിന്റെ ലിങ്കും ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ബേസിക് ആയ ഫാക്ടുകളിൽ നിന്നും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫാക്ടുകൾ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഒന്നാമത്തെ ഫാക്ട്, റിപ്പബ്ലിക് ഡേ. നമുക്ക് എല്ലാവർക്കും അറിയാം, 76ാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് നമ്മൾ 2025 ആഘോഷിക്കുന്നത് അല്ലെ? എല്ലാ വർഷവും റിപ്പബ്ലിക് ഡേയുടെ അന്ന് നമുക്കൊരു ചീഫ് ഗസ്റ്റ് ഉണ്ടാവും. ഈ വർഷം നമ്മുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയ പ്രബോവോ സുബിയാന്റോ ആണ്. ഇതിനൊരു കണക്റ്റഡ് ഫാക്ട് ഉണ്ട്. എന്താണെന്നറിയോ? യെസ്, ആദ്യത്തെ ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യത്തെ റിപ്പബ്ലിക് ഡേ പരേഡിന്റെ അന്ന് ആ ദിവസം ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നതും ഇന്തോനേഷ്യയുടെ തന്നെ രാഷ്ട്രത്തലവനായ സുകർണോ ആയിരുന്നു. സുകർണോ അല്ലെ? ഈ വർഷവും ഇന്തോനേഷ്യൻ രാഷ്ട്രത്തലവൻ തന്നെയാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത്. പൊതുവെ രാഷ്ട്രത്തലവന്മാരാണ് ചീഫ് ഗസ്റ്റ് ആവുന്നത് കേട്ടോ. ഈ വർഷത്തെ റിപ്പബ്ലിക് ഡേ പരേഡിന്റെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരസത് ഓർ വികാസ് അല്ലെ? അതായത് സുവർണിം ഭാരത് വിരസത് ഓർ വികാസ്. സുവർണിം എന്ന് വെച്ചാൽ എന്താ? ഗോൾഡ്, സ്വർണം ഇന്ത്യ, ഗോൾഡൻ ഇന്ത്യ. അതിന്റെ ഹെറിറ്റേജ് അതാണ് വിരസത്, നമ്മുടെ പാരമ്പര്യം. അതിൽ ഊന്നിയുള്ള ഡെവലപ്മെന്റ്, വികാസ് വേണം എന്നാണ് ഈ തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും ബേസിക് ഫാക്ടുകൾ പത്രങ്ങളിലൊക്കെ ഉണ്ട് അല്ലെ? നമുക്ക് ഇനി ഒന്ന് അടുത്ത് പരിചയപ്പെടേണ്ടുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് റിപ്പബ്ലിക്? വാട്ട് ഈസ് മീൻ ബൈ റിപ്പബ്ലിക്? റിപ്പബ്ലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, രാഷ്ട്രത്തലവനെ തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളാണ് റിപ്പബ്ലിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ എന്ന് പറയുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണോ? അല്ല, പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് ആണ് ഹെഡ് ഓഫ് സ്റ്റേറ്റ്, രാഷ്ട്രത്തലവൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പ്രധാനമന്ത്രി എന്താ? പ്രധാനമന്ത്രി ഹെഡ് ഓഫ് ഗവൺമെന്റ് ആണ്, സർക്കാരിന്റെ അധിപനാണ്. ഇപ്പൊ രാഷ്ട്രത്തലവൻ രാഷ്ട്രപതിയാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇവിടെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. രാഷ്ട്രത്തലവനെ തിരഞ്ഞെടുക്കുന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതല്ല, ഒരു എലക്റ്റഡ് റെപ്രസെന്റേറ്റീവ് ആവണമെന്നേ ഉള്ളൂ. ഇന്ത്യൻ രാഷ്ട്രപതി ഇലക്ഷനിൽ നമ്മൾ ആരും വോട്ട് ചെയ്യാറില്ല, പക്ഷെ നമ്മൾ എലക്ട് ചെയ്ത് വിട്ട MP-മാരും MLA-മാരും ഒക്കെ ചേർന്നാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അതാണ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. നിങ്ങൾ ചരിത്രവുമായി ഇതിനെ ഒന്ന് ലിങ്ക് ചെയ്തേ. പ്രാചീന ഇന്ത്യയിൽ പല റിപ്പബ്ലിക്കൻ സ്റ്റേറ്റുകളും നിലനിന്നിരുന്നു. ഈ ബുദ്ധനും ജൈനനും ഒക്കെ റിപ്പബ്ലിക്കൻ സ്റ്റേറ്റിലെ രാജകുമാരന്മാരായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. എന്താ അതിന്റെ അർത്ഥം? ജനങ്ങൾ ഇലക്ഷന് നിന്നിട്ടാണോ അവിടുത്തെ രാജാവിനെ തിരഞ്ഞെടുത്തിരുന്നത്? അല്ല. സഭാ സമിതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഓർഗനൈസേഷൻസ് ഉണ്ടായിരുന്നു, അവരാണ് രാജാവിനെ തിരഞ്ഞെടുത്തത്. അത് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ പേരിലോ ജനാധിപത്യത്തിന്റെ ബേസിസിലോ അല്ല. നിങ്ങൾ മനസ്സിലാക്കണം. കുറച്ച് ഉപരിവർഗത്തിലുള്ള ആൾക്കാർ അവര് കൂടിയിരുന്ന് ആലോചിച്ച് അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ രാജാവാക്കും. അത് ജനാധിപത്യമല്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, പക്ഷെ ജനാധിപത്യം നടക്കുന്നില്ല. അതാണ് അതിന്റെ ഡിഫറൻസ്. അപ്പൊ ഇതാണ് റിപ്പബ്ലിക് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇന്ത്യ റിപ്പബ്ലിക് ആയ ദിവസമാണ് റിപ്പബ്ലിക് ഡേ നമ്മൾ ആഘോഷിക്കുന്നത്. അതായത് ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായി ആദ്യമായി ഇന്ത്യൻ പ്രസിഡന്റ് ആവുന്ന വ്യക്തി ആരാണ്? യെസ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ രാഷ്ട്രത്തലവനായി ജനുവരി 26, 1950 അധികാരമേൽക്കുന്നത്. അപ്പൊ ഇന്ത്യക്ക് ഒരു രാഷ്ട്രത്തലവനായി, അപ്പൊ ഇന്ത്യ ഒഫീഷ്യലി ഒരു റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ് ആയിട്ട് മാറി. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയും
റിപ്പബ്ലിക് ഡേയോട്ട് എന്താണ് ബന്ധം? ഭരണഘടന എനാക്ട് ചെയ്തതെന്ന് അല്ലെങ്കിൽ ഭരണഘടന അഡോപ്റ്റ് ചെയ്തതെന്ന്, ഭരണഘടന പ്രാബല്യത്തിൽ വന്നത്, അങ്ങനെ പല പല ചോദ്യങ്ങളുണ്ട്. ഓരോന്നിനും ഉത്തരം ഡിഫറെന്റ്. അത് നമ്മൾ തൊട്ട് താഴെയുള്ള സ്ലൈഡിൽ വിശാലമായിട്ട് പഠിക്കും. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിൽ വയ്ക്കാം. ഒരു ചോദ്യം ഇതാണ്, കുറച്ചും കൂടെ ആഴത്തിലേക്ക് നമുക്കൊന്ന് പോവാം. അമേരിക്ക, ഇപ്പൊ അമേരിക്കയിൽ ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കണം, അതുകൊണ്ട് അമേരിക്ക റിപ്പബ്ലിക് സ്റ്റേറ്റ് ആണോ? അമേരിക്ക റിപ്പബ്ലിക്കൻ രാഷ്ട്രമാണോ? ആണ്. ട്രംപിനെ തെരഞ്ഞെടുത്തതാണ് ജനങ്ങള്, ഇലക്ട്രൽ കോളേജ് വഴി ട്രംപിനെ തെരഞ്ഞെടുത്തതാണ്. അപ്പൊ അമേരിക്കൻ രാഷ്ട്രത്തലവൻ പ്രസിഡന്റ് ആണ്, അമേരിക്കയും റിപ്പബ്ലിക്കാണ്. പക്ഷെ ബ്രിട്ടൻ അല്ലെങ്കിൽ ബ്രിട്ടൻ ഒരു റിപ്പബ്ലിക്കൻ രാഷ്ട്രമാണോ? അവിടെ ജനാധിപത്യമുണ്ട്, ഡെമോക്രസി ഉണ്ട്, സമ്മതിക്കുന്നു, ഇലക്ഷൻസ് ഉണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ ബ്രിട്ടന്റെ രാഷ്ട്രത്തലവൻ അല്ലെങ്കിൽ തലവ എന്ന് പറയുന്നത് രാജാവോ രാജ്ഞിയായിരിക്കും. ഹിസ് മജസ്റ്റി അല്ലെങ്കിൽ ഹെർ മജസ്റ്റി. റോയൽ ക്രൗൺ ആണ് അവിടുത്തെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. ക്രൗൺ പാരമ്പര്യമായി രാജാക്കന്മാർ ഇങ്ങനെ കുടുംബപരമായി വരുന്നതാണ്, തിരഞ്ഞെടുക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ ഒരു ജനാധിപത്യ രാഷ്ട്രമാണെങ്കിൽ പോലും അതൊരു റിപ്പബ്ലിക്കൻ രാഷ്ട്രമല്ല എന്നുള്ള കാര്യം മനസ്സിൽ വയ്ക്കുക. അപ്പൊ നമുക്ക് ഇവിടെ നിന്നൊക്കെ ആയിരിക്കും ഇനി PSCയുടെ ചോദ്യങ്ങൾ വരിക. വളരെ അനലിറ്റിക്കലായാണ് PSC ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറക്കത്തില്ല, വിശകലനാത്മകമായി നിങ്ങൾ പഠിക്കാം. ഓക്കെ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ജനുവരി 26 അല്ലെ, ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക്കൻ ഡേ ആയിട്ടൊക്കെ ആഘോഷിക്കുന്നത്, സമ്മതിച്ചു. ഇപ്പൊ എന്താ ജനുവരി 26 പ്രത്യേകത? കാര്യം ജനുവരി 26 മുമ്പ് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ റെഡി ആയിട്ടിരിക്കുമായിരുന്നു. പിന്നെ ഇത്രയും നമ്മൾ വെയിറ്റ് ചെയ്തതിനാ? ആക്ച്വലി 1949 തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റെഡിയായി. പിന്നെ എന്തുകൊണ്ടാണ് 1950 ജനുവരി 26 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോഴ്സിൽ കൊണ്ടുവരുന്നത്? ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് അല്ലെ, സ്ഥിരം PSC ചോദ്യമാണ്. കാര്യം നമ്മൾ പണ്ട് പൂർണ്ണ സ്വരാജ്, അതായത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നിന്നും നമ്മൾ സമ്പൂർണ്ണമായി മുക്തരായെന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതാണ് പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷൻ. ഔദ്യോഗികമായി മുക്തമാകുന്നത് 1947 ഓഗസ്റ്റ് 15 1930 ജാനുവരി 26 നമ്മൾ സിംബോളിക്കലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പൂർണ്ണ സ്വരാജ്, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഫ്രം കൊളോണിയൽ രാജ് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ സ്മരണാർത്ഥമായിട്ടാണ് ജനുവരി 26 നമ്മൾ ഇപ്പോഴും സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഒന്നുകൂടെ ആലോചിച്ച് ഇത്തരം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. പോസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം ഞാൻ അടുത്തൊരു സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന എന്ന് പറയുന്ന ആ ഒരു അമൂല്യ ഗ്രന്ഥത്തിനെ സംബന്ധിച്ച് 2 പ്രധാനപ്പെട്ട ഡേറ്റുകളാണ് പഠിക്കുന്നത് അല്ലെ. 26 ജാനുവരി 1950 നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു. ഇതുപോലെ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഡേറ്റ് ആണ് 26 നവംബർ 1949. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഏകദേശം ഒരു 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അല്ലെ. അന്ന് ഇന്ത്യ റിപ്പബ്ലിക് അല്ല, സ്വതന്ത്രമാണെന്നേ ഉള്ളൂ, റിപ്പബ്ലിക് ആയിട്ടില്ല. അതിന് റിപ്പബ്ലിക് ആവണമെങ്കിൽ എന്ത് വേണം? രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുക്കുന്നതായിരിക്കണം. അപ്പൊ അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഭരണഘടന വേണം. അപ്പം ഭരണഘടന നമ്മൾ ഈ പറഞ്ഞ പോലെ അഡോപ്റ്റ് ചെയ്ത് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ദിവസമാണ് ജനുവരി 26 1950 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയിരുന്നു. ഏകദേശം 2 വർഷം 11 മാസമൊക്കെ എടുത്തിട്ടാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കുന്നത്. അപ്പോ നവംബർ 26 1949 ഇന്ത്യൻ ഭരണഘടന എഴുതി കഴിഞ്ഞു, അത് അഡോപ്റ്റഡ് ആയി. പക്ഷെ ഇത് പ്രാബല്യത്തിൽ വരുന്നത്, ഫോഴ്സിൽ വരുന്നതാണ് 26 ജാനുവരി 1950. ഈ ദിവസം നമ്മൾ ഒരു റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. അഡോപ്റ്റ് ചെയ്ത ഈ ഒരു ദിവസം 26 നവംബർ 1949 എന്തായിട്ട് ആഘോഷിക്കുന്നു? ഭരണഘടനാ ദിവസമായി ആഘോഷിക്കുന്നു, അഥവാ സംവിധാൻ ദിവസ്, നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് നമ്മൾ ആ ദിവസത്തെ ആഘോഷിക്കുന്നു. ഓക്കെ, ഇത് തിരിഞ്ഞു പോകരുത്. എല്ലാ വർഷവും 2 ആഘോഷിക്കുന്നതാണ്. ഏറ്റവും വലിയ ആഘോഷം റിപ്പബ്ലിക് ഡേ ആണെന്നേ ഉള്ളൂ. ഇപ്പം ഇത് ജസ്റ്റ് ഈ ഒരു ഫാക്ടർ നോക്കി, ഇതൊക്കെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി. PDF ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. ഇനി നമുക്ക് കുറച്ച് റാങ്ക് മേക്കിംഗ് ഫാക്ടറുകളിലേക്കാണ് പോകാനുള്ളത്. ഇവിടെ നമുക്ക് മറ്റ് ചില ചോദ്യപേപ്പർ കണ്ടിട്ടുള്ളതാണ്. കാര്യം നമുക്ക് PSCയിൽ ഇപ്പം ചോദ്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുടെ ചോദ്യപേപ്പറുകളിൽ നിന്നും മറ്റ് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ വന്നിട്ടുള്ള ഫാക്ട് ആണ്, റിപ്പബ്ലിക് ഡേ പരേഡ് രാജ്പഥിൽ വെച്ചിട്ട്, ഇന്ന് രാജ്പഥിന് ഒരു രാജ്പഥ് എന്നല്ല, മറ്റൊരു പേരാണ്. അത് എന്താണെന്ന് കമന്റിൽ പറയാം.
രാജ്പഥിൽ വെച്ച് ആദ്യമായ റിപ്പബ്ലിക് ഡേ പരേഡ് ആഘോഷിക്കുന്നത് ഏത് വർഷമാണെന്നുള്ള ചോദ്യമുണ്ട്. അപ്പൊ അതിനു മുമ്പ് പരേഡ് ഒന്നും ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇർവിൻ സ്റ്റേഡിയം എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്ത് വെച്ച് നടത്തിക്കൊണ്ടിരുന്നത്. അത് രാജ്പഥിലേക്ക് മാറ്റുന്നത് 1955 മുതലാണ്. ഇന്നും ഇവിടെ തന്നെ നടക്കുന്നത്. 1955 മുതൽ ഇന്ന് വരെ ഇതിന്റെ ലൊക്കേഷൻ ഇത് തന്നെയാണ്. ഇതിന് മുമ്പ് ഇർവിൻ സ്റ്റേഡിയം എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് പണ്ട് സ്ഥിരമായി ചോദിച്ചിട്ടുണ്ടെന്ന ഒരു ചോദ്യമുണ്ട്. റിപ്പബ്ലിക് ഡേ പരേഡിന്റെ അന്ന് പാടുന്ന ഗാന്ധിജിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ബ്രിട്ടീഷ് സോങ്, ഒരു ക്രിസ്ത്യൻ സോങ് ഉണ്ട്. അത് ഏതാണെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അത് അബൈഡ് വിത്ത് മീ, അബൈഡ് വിത്ത് മീ. ഹെൻറി ഫ്രാൻസിസ് ലൈറ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് എഴുതിയത്. പക്ഷെ അടുത്ത കാലത്ത് ഇതൊരു ബ്രിട്ടീഷുകാരൻ എഴുതിയ പാട്ടാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ബ്രിട്ടീഷ് അല്ലെങ്കിൽ കൊളോണിയൽ റെലിക്, ഒരു കൊളോണിയൽ അവശിഷ്ടമാണെന്ന് ഒക്കെ പറഞ്ഞ് ഇതിനെ നമ്മൾ മാറ്റുന്നുണ്ട്. ഇപ്പൊ ഇന്ന് അബൈഡ് വിത്ത് മീ പാടുന്നില്ല. അതിന് പകരം എ മേരെ വതൻ കെ ലോഗോ എന്ന് പറയുന്ന കവി പ്രദീപ് എഴുതിയ ഒരു ഗാനമാണ് ഇപ്പൊ ആലപിക്കുന്നത്. ഇന്ന് അബൈഡ് വിത്ത് മീ പാടുന്നില്ല. അന്ന് ഇത് മാറ്റിയപ്പോൾ വലിയ കോലാഹലങ്ങളൊക്കെ നടന്നതാണ്. പക്ഷെ അത് മാറ്റി ഇൻഡോ ചൈന വാറിന്റെ സമയത്ത് കവി പ്രദീപ് എഴുതിയ ഐ മേരെ വതൻ കെ ലോഗോ എന്ന് പറയുന്ന ആ ഒരു ഗാനമാണ് ഇപ്പം ഇതിന് പകരം യൂസ് ചെയ്യുന്നുള്ളത് ഓർത്തിരിക്കാം. നമുക്കിനി വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമുണ്ട്. നാഷണൽ ആന്തം എത്ര തവണയാണ് റിപ്പബ്ലിക് ഡേ പരേഡിന് അന്ന് നമ്മൾ ചൊല്ലുന്നത്? 2 തവണയാണ് ചൊല്ലുന്നത്. ഇനിയാണ് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഏറ്റവും ഗ്ലാമറസ് റിപ്പബ്ലിക് ഡേ പരേഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് 21 ഗൺ സല്യൂട്ട് സെറിമണി. എന്താണിത് 21 ഗൺ സല്യൂട്ട് സെറിമണി? ഇപ്പൊ ഫോഴ്സിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാം അല്ലെ? ഗൺ സല്യൂട്ട് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഡിഗ്നിറ്ററീസിനാണ് നമ്മൾ ഗൺ സല്യൂട്ട് കൊടുക്കുന്നത്. അത് 21 ഗൺ സല്യൂട്ട് സെറിമണി എന്നാണ് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്ര തലവന്മാർക്ക് കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗൺ സല്യൂട്ട് ആണ്. ജനറലി നമ്മൾ ഇത് കൊടുക്കുന്നത് ഗസ്റ്റിനാണ്. ഗോസ്റ്റിനല്ല, ഗസ്റ്റിന്. വെടികൊണ്ട് ആള് തട്ടിപ്പോയാൽ ഗോസ്റ്റ് ആവും എന്നുണ്ടെങ്കിൽ ഓർത്തിരിക്കാൻ കുഴപ്പമില്ല. കാര്യം റിപ്പബ്ലിക് ഡേ പരേഡിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്ന ആരാ? ഒരു രാഷ്ട്രത്തലവൻ. ഇപ്രാവശ്യം ഇന്തോനേഷ്യൻ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആണോ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ രാഷ്ട്ര തലവന്മാർക്ക് കൊടുക്കുന്ന സല്യൂട്ട് ആണ് 21 ഗൺ സല്യൂട്ട് സെറിമണി എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി നമുക്ക് അടുത്ത കാലത്തെ കറണ്ട് അഫയേഴ്സിൽ സ്ഥിരമായി വരുന്ന ഒരു കാര്യമാണ് രാജ്പഥിന്റെ പുതിയ പേരെന്താ? കർത്തവ്യപഥ് അല്ലെ? കർത്തവ്യപഥ്. കാര്യം രാജ്പഥ് രാജാക്കന്മാരുടെ വഴി. അത് ഇപ്പൊ രാജഭരണമൊന്നും അല്ലല്ലോ, ഡെമോക്രസി അല്ലേ. അതുകൊണ്ട് ഇപ്പൊ തന്നെ വിളിക്കുന്ന പേരാണ് കർത്തവ്യപഥ്. അപ്പൊ റിപ്പബ്ലിക് ഡേ പരേഡ് എവിടെയാണ് നടക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ചിലപ്പോൾ ഓപ്ഷനിൽ രാജ്പഥ് കാണത്തില്ല. ആ പേരിന്നില്ല. അതിന്റെ പകരം നമ്മൾ ഉപയോഗിക്കുന്ന പേരാണ് കർത്തവ്യപഥം. ഓക്കെ. നമുക്ക് ഇവിടെ ഒരു തെറ്റായ ഒരു ചോദ്യം ഒന്ന് പഠിക്കണം. പക്ഷെ അത് ശരിയായ ചോദ്യവുമാണ്. എന്താണ് ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പബ്ലിക് ഡേ പരേഡുമായി കോയിൻസൈഡ് ചെയ്യുന്ന ഒരു രാഷ്ട്ര അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ബർത്ത്ഡേ ഉണ്ട്. ആരാണ് അദ്ദേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, സുഭാഷ് ചന്ദ്രബോസ്. അതിനർത്ഥം രണ്ടുപേരുടെയും ബർത്ത്ഡേ ജനുവരി 26 ആണെന്നല്ല. സുഭാഷ് ചന്ദ്രബോസിന്റെ ബർത്ത്ഡേ ജനുവരി 23 റിപ്പബ്ലിക് ഡേ ജനുവരി 26 അപ്പൊ അടുത്തടുത്ത ദിവസങ്ങളിലാണല്ലോ വരുന്നത്. അപ്പൊ കാര്യം നമുക്ക് എപ്പോഴും ശരി ഉത്തരങ്ങളായിരിക്കില്ല PSC ഉദ്ദേശിക്കുന്നത്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരവായിരിക്കും. തമ്മിൽ ഭേദപ്പെട്ട ഉത്തരം കാണുമല്ലോ, അത് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അപ്പൊ ആരുടെ ബർത്ത്ഡേ ആണ് കോയിൻസൈഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ആണ്. ഓപ്ഷൻ അതുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ ചൂസ് ചെയ്യാം. ഇപ്പൊ 23 ജനുവരി ആണ് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ. നമുക്കറിയാം വളരെ പരാക്രമശാലിയായ ധീരനായ നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് പരാക്രം ദിവസ് അഥവാ കറേജ് ഡേ, ധൈര്യത്തിന്റെ ദിവസമായിട്ടാണ്. കറേജ് ഡേ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇനി നിങ്ങൾ ഒരു ഫാക്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഓരോ വിദ്യാർത്ഥി, ഈ വീഡിയോ കാണുന്ന ഓരോ വിദ്യാർത്ഥി, ഭാവിയിൽ റാങ്ക് ഹോൾഡർ ആവാൻ പോകുന്ന ഓരോ വിദ്യാർത്ഥി എന്ത് ചെയ്യണം? ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു ഫാക്ട് കമന്റ് സെക്ഷനിൽ പറയണം. അപ്പൊ നമ്മുടെ ഇതൊരു കൊളാബറേറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ് ആണ്. ഞാൻ ഓരോ ദിവസവും നിങ്ങളുടെ കയ്യിൽ നിന്ന് പുതിയ പുതിയ ഫാക്ടുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഠിക്കുന്നതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇത്രയും റാങ്ക് ഹോൾഡേഴ്സ് വന്നിട്ടുള്ളത്. സോ നിങ്ങളുടെ അറിവ് ഷെയർ ചെയ്യുക. അപ്പൊ ഈ ഒരു യാത്രയിൽ ഞങ്ങളുടെ കട്ടയ്ക്ക് നിൽക്കുക. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ റിപ്പബ്ലിക് ഡേ ഓഫർ അവൈൽ ചെയ്യാനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. താങ്ക് യു. ബൈ.